നമസ്കാരം. അനീതിക്കെതിരെ ശബ്ദിക്കുന്നവർ സുഡാപ്പികളാണ്. ബി.ജെ.പിയെ ചോദ്യം ചെയ്യുന്നവർ രാജ്യദ്രോഹികളാണ്. ഇതെന്ത് ജനാധിപത്യമാണ്? ഇവിടെ എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? രാജ്യത്തിന്റെ തലസ്ഥാനത്ത് തെരുവ് ചോരക്കളമായി മാറുമ്പോൾ, വിദ്യാർത്ഥികളുടെ ഭാവിയെ ചൊല്ലി ജനകോടികൾ നെഞ്ചുപൊട്ടുമ്പോൾ, നീതിയുടെ പക്ഷം പിടിച്ച മനുഷ്യരെ മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് ലേബലൊട്ടിച്ച് ശത്രുക്കളാക്കുന്ന വിചിത്രമായ ഒരു തന്ത്രത്തിനാണ് ഇന്ത്യ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. എന്താണ് ആ തന്ത്രമെന്നല്ലേ? അതിന്റെ പേര് സുഡാപ്പി എന്നാണ്. അനീതിക്കെതിരെ സ്വരമുയർത്തിയാൽ, ചോര ചിന്തിയ യുവതയ്ക്കായി രണ്ടു വാക്ക് സംസാരിച്ചാൽ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ മുതൽ സാധാരണക്കാർ വരെയുള്ള മനുഷ്യർ ഒരൊറ്റ ദിവസം കൊണ്ട് ഭരണകൂടത്തിന്റെ വിചാരണ കൂട്ടിൽ സുഡാപ്പികളും രാജ്യദ്രോഹികളുമായി മാറുന്നു. പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാകുന്നു. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ ലേബലുകൾ ഒട്ടിച്ച് ചോദ്യങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന അസഹിഷ്ണുതയുടെ യഥാർത്ഥ മുഖംമൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്. തെരുവിൽ പടരുന്ന വിപ്ലവത്തിലേക്ക് ചിന്തകളെ ഉണർത്തുന്ന ആ നീതി പോരാട്ടത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് നമുക്കല്പം കണ്ണോടിക്കാം. മമ്മൂട്ടിയും മഞ്ജു വാര്യരും സുഡാപ്പികൾ. പൃഥ്വിരാജും ഇന്ദ്രജിത്തും ടൊവിനോ തോമസും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് സുഡാപ്പികളായി മാറിയിരിക്കുന്നു. കേൾക്കുമ്പോൾ എന്തൊരു ആശ്വാസമായിരിക്കും അല്ലേ തോന്നുന്നത്? രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വിദ്യാർത്ഥികൾ തെരുവിൽ തല്ലിച്ചതയ്ക്കപ്പെടുമ്പോൾ, അവരുടെ ഭാവിയും ജീവിതവും ചോദ്യചിഹ്നമാകുന്ന ഈ സാഹചര്യത്തിൽ നീതിക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് സുഡാപ്പി എന്ന ലേബൽ ഒട്ടിച്ച് പെട്ടിയിലാക്കാൻ കഴിഞ്ഞതിന്റെ ഒരു സുഖമാണ് ഇപ്പോൾ സംഘപരിവാറും അവരുടെ സൈബർ പോരാളികളും അനുഭവിക്കുന്നത്. രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഭാവിക്കും നീതിക്കും വിദ്യാഭ്യാസ അവകാശങ്ങൾക്കും വേണ്ടി തെരുവിലിറങ്ങി പോരാടിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഭരണകൂടത്തിന്റെ ക്രൂരമായ മർദ്ദനമുറകളും പോലീസ് അതിക്രമങ്ങളും അഴിച്ചുവിട്ടപ്പോൾ ആ അനീതി കണ്ടു നിൽക്കാനാകാതെ മാനുഷികതയുടെ പക്ഷം പിടിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരന്മാരാണ് ഒരൊറ്റ രാത്രി കൊണ്ട് വേട്ടയാടപ്പെട്ടത്. എന്തെല്ലാം ചീത്തവിളികളും തെറിവിളികളുമാണ് അവർ കേൾക്കേണ്ടി വന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെയും രാജ്യത്തെമ്പാടുമുള്ള CBSE നീറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ നിന്ന് തുടങ്ങിയ അമർഷത്തിന്റെ തീപ്പൊരിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനത്തെ ഉലച്ചു പോകുന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത്. ഇത് ഇത്രയും വലുതാക്കിയത് BJP ഭരണം തന്നെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അങ്ങേയറ്റം സമാധാനപരമായി നടന്ന ഈ പ്രക്ഷോഭത്തെ കേന്ദ്രത്തിലെ BJP ഭരണകൂടം നേരിട്ടത് തികച്ചും മൃഗീയമായ മർദ്ദനമുറകൾ കൊണ്ടാണ്. സമാധാനപരമായ പ്രതിഷേധത്തിലേക്ക് പോലീസിന്റെ ബാരിക്കേഡുകളും ലാത്തികളും ഇരച്ചു കയറി. പേരോ യൂണിഫോമോ ഇല്ലാതെ വടിയേന്തിയ ആളുകൾ വിദ്യാർത്ഥികളെ റോഡിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗങ്ങളാണ് പിന്നീട് ഇന്ത്യ കണ്ടത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അനീതിക്കെതിരെ രാജ്യവ്യാപകമായി ശബ്ദങ്ങൾ ഉയർന്നു. അതിൽ എടുത്തു പറയേണ്ട പേരുകളാണ് മമ്മൂട്ടി, മഞ്ജു വാര്യർ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരനിര. പക്ഷെ ഇവരൊക്കെ സുഡാപ്പികളും രാജ്യദ്രോഹികളുമായി. യുവാക്കളാണ് രാജ്യത്തിന്റെ ശക്തി. അവരുടെ ആശങ്കകൾ കേൾക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് വിളിച്ചു പറഞ്ഞ മമ്മൂട്ടി മുതൽ മഞ്ജു വാര്യർ വരെയുള്ള മലയാളത്തിലെ മുൻനിര കലാകാരന്മാർ ഒരൊറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് ഇത്തരം ലേബലുകളിലേക്ക് തള്ളപ്പെട്ടത്? കഴമ്പുള്ള ഒരു ചോദ്യം ഉന്നയിച്ചാൽ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ ഇവിടെ പ്രതികരിക്കുന്നവരെ മുഴുവൻ ഒരൊറ്റ മുദ്ര കുത്തി വേട്ടയാടുന്ന വിചിത്രമായ തന്ത്രമാണ് BJPയും അവരുടെ സൈബർ വിഭാഗങ്ങളും ഇപ്പോൾ പയറ്റിക്കൊണ്ടേയിരിക്കുന്നത്. ദേശീയ പുരസ്കാര നിറവിൽ നിൽക്കുന്ന മമ്മൂട്ടി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ സൈബർ ആക്രമണം അതിരൂക്ഷമാക്കിയത്. എന്നാൽ മമ്മൂട്ടി മാത്രമല്ല, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ഇന്ദ്രജിത്ത്, പാർവതി തിരുവോത്ത്, കുഞ്ചാക്കോ ബോബൻ, രഞ്ജിനി ഹരിദാസ്, പ്രിയ വാര്യർ, ചന്തു സലീം കുമാർ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ യുവാക്കൾക്കൊപ്പം നിലയുറപ്പിക്കാനാണ് തീരുമാനിച്ചത്. അതോടുകൂടി സംഘപരിവാറിന്റെ സൈബർ പട ഇവരെ തേടിയെത്തി. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും നടൻ മോഹൻലാലിന്റെ മകൾ മായ മോഹൻലാലും വരെ വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ചു എന്നതാണ്. എന്ത് സാമുദായിക രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഇവർ വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത്? പ്രതികരിച്ചാൽ ആരെയും സുഡാപ്പിയാക്കുന്ന സ്ഥിതിയാണെന്ന് BJP MP സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിന് വരെ പരസ്യമായി തുറന്നു പറയേണ്ടി വന്നില്ലേ? മായ മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ തുടക്കം റിലീസിനൊരുങ്ങുമ്പോൾ ആ സിനിമയുടെ പോസ്റ്ററിന് താഴെ വന്ന് കേട്ടാൽ അറയ്ക്കുന്ന ചീത്തവിളിയും ഭീഷണിയുമാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിനക്കും പൃഥ്വിരാജിന്റെ ഗതി വരുമെന്ന് ഭീഷണിപ്പെടുത്താൻ ഏത് രാഷ്ട്രീയമാണ് ഇവർക്ക് ഇത്രയും വലിയ ധൈര്യം നൽകിയത്? BJP സഹയാത്രികനായ സംവിധായകൻ മേജർ രവി പോലും മായ മോഹൻലാലിന് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് തള്ളി പറയുമ്പോൾ, ഇവിടെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജനങ്ങൾക്ക് രാഷ്ട്രീയം അറിയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. അറിയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ?
ടൊവിനോ തോമസിന്റെ കൊച്ചിയിലെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം ടൊവിനോ കണ്ടില്ല എന്നാണ് അവരുയർത്തിയ ആക്ഷേപം. എന്നാൽ തെരുവിൽ ചോര ചിന്തിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ച ഒരു കലാകാരന് പിന്തുണയുമായി ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ്. DYFI അടക്കമുള്ള സംഘടനകൾ അവിടെ എത്തി. ഈ വിഷയത്തിൽ BJP നടത്തുന്ന വലിയൊരു വിഭജന തന്ത്രം നമുക്ക് കാണാം. ഇന്ത്യയിൽ ആര് ഭരണകൂടത്തിനെതിരായി ശബ്ദമുയർത്തിയാലും അവരുടെ പേര് നോക്കും. സംസാരിക്കുന്ന ആളുടെ പേര് ഒരു മുസ്ലിം നാമമാണെങ്കിൽ അവരെ പെട്ടെന്ന് പാകിസ്ഥാനി എന്നോ ബംഗ്ലാദേശി എന്നോ മുദ്രകുത്തും. അല്ലാത്തവരെ സുഡാപ്പികൾ എന്ന് വിളിക്കും. അതും പോരാഞ്ഞ് ചൈനീസ് ഫണ്ട്, സോറോസ് ഏജന്റുകൾ, തീവ്രവാദികൾ എന്നിങ്ങനെ വിചിത്രമായ ആരോപണങ്ങൾ അഴിച്ചുവിട്ട് ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളെ മുഴുവൻ തകർക്കാൻ അവർ ശ്രമിക്കും. ഇത്തരത്തിൽ രാജ്യസ്നേഹത്തിന്റെ വ്യാജ മുഖംമൂടി അണിഞ്ഞ് അധിക്ഷേപങ്ങൾ ചൊരിയുന്ന BJPയുടെ യഥാർത്ഥ അസഹിഷ്ണുത നിറഞ്ഞ മുഖംമൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത്. അതും കേരളത്തിലെ സൈബർ ഇടത്ത്. തങ്ങളുടെ ഭാവിക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും എതിരായി ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് നിരാഹാര സമരം കിടന്നപ്പോൾ അദ്ദേഹത്തെ റോഡിലൂടെ വലിച്ചിഴച്ചാണ് പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ രംഗവും നമ്മൾ കണ്ടതാണല്ലോ. ഈ അനീതിക്കെതിരെ പാർലമെന്റിൽ പോലും വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്പീക്കർ അറിയിച്ചുവെങ്കിലും തെരുവിൽ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കറുത്ത വസ്ത്രങ്ങളും കറുത്ത റിബണുകളും ധരിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ പോലും പാർലമെന്റിൽ എത്തിയത്. എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ പോലും വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വരുന്നത്ര വലിയ പ്രക്ഷുബ്ധതയ്ക്കാണ് പിന്നീട് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. പെല്ലറ്റ് ഗണ്ണുകളും ഷോക്ക് ബാറ്റണുകളും വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിക്കപ്പെട്ടതായ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനെ എല്ലാം ന്യായീകരിക്കാനും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമാണ് ഇവർ ഇത്തരം ചാപ്പകുത്തലുകൾ കാര്യമായിട്ട് നടത്തിപ്പോരുന്നത്. ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികളെ പാറ്റകൾ അഥവാ നിസ്സാരരായി ചിത്രീകരിക്കുകയും അവർക്ക് മാനുഷിക പരിഗണന നൽകി ഒപ്പം നിൽക്കുന്നവരെ മുഴുവൻ സുഡാപ്പികൾ അഥവാ വർഗീയവാദികളായി തരം താഴ്ത്തുകയും ചെയ്യുന്ന വൻ വിരോധാഭാസമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മാനവികതയാണ് ഏത് രാഷ്ട്രീയത്തിനും മീതെ നിൽക്കേണ്ടത് എന്ന നടി മഞ്ജു വാര്യരുടെ വാക്കുകൾ എത്ര കൃത്യമാണ്. യുവാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും പ്രതിഷേധിക്കാനും ഇവിടെ അവകാശമില്ലേ? നീതികേടിനെതിരെ സംസാരിക്കുമ്പോൾ ആ പേരിന്റെയോ മതത്തിന്റെയോ പേരിൽ വേട്ടയാടപ്പെടുന്നത് ഏതുതരം ജനാധിപത്യമാണ്? ഡൽഹിയിൽ അരങ്ങേറുന്നത് ഏതുതരം ജനാധിപത്യമാണ്? സമൂഹത്തിൽ സ്വാധീനമുള്ള കലാകാരന്മാരും പൊതുജനങ്ങളും ഭയമില്ലാതെ സംസാരിക്കുമ്പോൾ ആ ശബ്ദങ്ങളെ വർഗീയ ചുവയോടെ നേരിടുന്നത് ജനാധിപത്യപരമായ പ്രതികരണ സംസ്കാരത്തിന് തീരെ ചേർന്ന നടപടിയല്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിക്രമത്തിനെതിരെ പ്രതികരിക്കുന്നതും ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ കുത്തകയൊന്നുമല്ല, മറിച്ച് അതൊരു തുറന്ന സമൂഹത്തിന്റെ പ്രാഥമിക അവകാശമാണ്. അതിവിടെ പ്രയോഗിക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ സംസാരിക്കുന്നവരൊക്കെ BJPയുടെ കണ്ണിൽ സുഡാപ്പികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ആണെങ്കിൽ അതിനർത്ഥം BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അസഹിഷ്ണുത കൊടുമുടിയിലെത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ്. കൃത്യമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം നൽകാൻ കഴിയാതെ വരുമ്പോഴാണ് ഇവർ ഭയത്തോടെ ലേബലുകൾ നിർമ്മിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായല്ലോ. അധികാരത്തിന്റെ അന്ധകാരത്തിൽ അഹങ്കരിക്കുന്ന ഭരണകൂടത്തോടും അവരുടെ ക്രൂരമായ സൈബർ പടയോടും ഉറച്ച ശബ്ദത്തിൽ ഒന്നേ ചോദിക്കാനുള്ളൂ. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ന്യായമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ മനുഷ്യത്വമുള്ള മനുഷ്യരെ സുഡാപ്പികൾ എന്നും രാജ്യദ്രോഹികൾ എന്നും ലേബലുകൾ ഒട്ടിച്ച് എത്ര നാൾ നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധിക്കും? ഈ ചോദ്യങ്ങൾക്ക് നൽകാൻ ഏതെങ്കിലും ഒരു ഉത്തരമെങ്കിലും ഈ ഭരണകൂടത്തിന്റെ കയ്യിലുണ്ടോ? ചരിത്രത്തിന്റെ ഏടുകൾ മറച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു വലിയ സത്യമുണ്ട്. ഏതൊരു മഹത്തായ ജനകീയ വിപ്ലവത്തിന്റെയും ആകെ തുക എന്നത് തുടക്കത്തിൽ ഭയമില്ലാതെ ഉയരുന്ന ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ്. ആ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടങ്ങൾ തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അടക്കി നിർത്താൻ ശ്രമിക്കുന്തോറും ആ കനലുകൾ ആളിക്കത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ചരിത്രം. ഇത് തന്നെയാണ് വർത്തമാനകാലവും, ഇത് തന്നെയാണ് ഭാവിയും. ഇന്ന് ഡൽഹിയുടെ തെരുവിൽ ചോര ചിന്തിയ ഉശിരുള്ള യുവാക്കളും അവർക്കായി മനുഷ്യത്വത്തോടെ സംസാരിച്ച് വർഗീയ ലേബലുകളും വേട്ടയാടലുകളും ഏറ്റുവാങ്ങിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരന്മാരും ചേർന്ന് കുറിച്ചിടുന്നത് നാളെയുടെ പുതിയൊരു ചരിത്രം തന്നെ. അടിച്ചമർത്താനും ലേബലുകൾ ഒട്ടിച്ച് മാറ്റി നിർത്താനും അധിക്ഷേപിക്കാനും ശ്രമിക്കുന്തോറും അനീതിക്കെതിരെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ഈ ഒത്തുചേരൽ കൂടുതൽ ഉറച്ചതും വ്യക്തവും ശക്തവുമായി മാറുക മാത്രമാണ് ചെയ്യുകയുള്ളൂ. കാരണം അധികാരത്തിന്റെ താക്കോലുകൾ കയ്യിലുണ്ട് എന്ന് കരുതി എന്തും ചെയ്യാമെന്ന് വ്യാമോഹിക്കുന്നവർ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കണം. ജനാധിപത്യത്തിൽ ആത്യന്തികമായി അധികാരം എന്നത് ജനങ്ങളുടെയും ഈ രാജ്യത്തിന്റെ ശക്തമായ യുവതയുടെയും കയ്യിൽ മാത്രമാണ്.
ലേബലുകൾക്കും ഭീഷണികൾക്കും അപ്പുറം മനുഷ്യത്വത്തിനും നീതിക്കും വേണ്ടി ഭയമില്ലാതെ ഉയരുന്ന ആ ശബ്ദങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ സംഘപരിവാർ പടച്ചുവിടുന്ന ഒരു തിരക്കഥയ്ക്കും സാധിക്കില്ല. ഭരണകൂടത്തിന്റെ അതിക്രമങ്ങൾക്കും വേട്ടയാടലുകൾക്കുമെതിരെ ഉയരുന്ന ഈ പോരാട്ടത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ലേബലുകൾ ഒട്ടിച്ച് നിശബ്ദരാക്കാൻ നോക്കുന്ന ഈ രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കൃത്യമായ നിലപാടുകളും ചിന്തകളും എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. നന്ദി.